നമസ്കാരം. ബിഗ് ബോസിൽ ഇപ്പം നല്ല രസകരമായ ടാസ്ക് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ രാവിലെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ടാസ്ക്കാണ് നടക്കുന്നത്. അതായത് കൺവെയർ ബെൽറ്റിൽ കൂടെ കുറേ പാവകളുടെ ഭാഗങ്ങൾ വരും. അത് മാക്സിമം പിടിച്ചെടുത്തിട്ട് ഒറ്റ പാവയാക്കി അതിൻ്റെ കൈയും കാലും തലയൊക്കെ കറക്റ്റായിട്ട് പിടിപ്പിച്ച് എത്ര എണ്ണം കൊടുക്കുന്നു അതനുസരിച്ച് 5 പോയിന്റ് വെച്ച് ഒരെണ്ണത്തിന് അവർക്ക് കിട്ടും. അതായിരുന്നു ടാസ്ക്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫിസിക്കൽ ടാസ്ക് കൂടെ വരുന്നതാണ്. അതായത് കുറച്ച് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആദ്യം ഓടിപ്പോയി നിന്നത് ലക്ഷ്മി, പിന്നെ അനുമോള്, അതിൻ്റെ പുറകിൽ ഷാനവാസ്, അതിൻ്റെ പുറകിൽ ആര്യനായിരുന്നു. ആര്യൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഭിത്തിയിലൊക്കെ പിടിച്ച് ലക്ഷ്മിയുടെ മുകളിൽ കൂടെ ആണ് സാധനങ്ങൾ എടുത്തത്. അപ്പം ഈ അക്ബർ അനുമോളുടെ പുറകിലാണ് നിന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ എത്തിപ്പിടിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അതിനകത്ത് ഷാനവാസിന് ഈ ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ള ഷാനവാസ് ഈ മുട്ടുകൊണ്ടുള്ള ഇടി കിട്ടാതിരിക്കാൻ വേണ്ടി മാറി നിന്നു. പുള്ളിക്കാരന് മനസ്സിലായി പുള്ളിക്ക് പറ്റുന്ന പണിയിൽ പുള്ളി മാറി നിന്നു, കണ്ടതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ സാബുമാനൊക്കെ ഏറ്റവും പറയുന്നുണ്ട് എൻ്റെ കൈയുടെ ഭാഗമോ ചെറിയ കയ്യോ ഉണ്ടൊക്കെ കിട്ടിയുള്ളൂ. പക്ഷേ നമ്മുടെ അനീഷ് അവിടെ പറയുന്നത് ഭയങ്കര യുദ്ധം നടക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു എക്സ്ചേഞ്ച് മേള നടക്കുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ രണ്ടാമത്തെ ഗെയിമിലൊക്കെ കളഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് നടത്തുന്ന അനീഷാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അനീഷ് ഓരോരുത്തരുടെയും നടന്ന സാധനം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ചോദിച്ചു നടക്കണം. അതിലേയും നമ്മുടെ സാബുമാനെയും ഒക്കെ പിടിച്ചിങ്ങനെ. അപ്പം നെവിനോട് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞു അടുത്ത ഗെയിം കൂടെ തരാമെന്ന്. അപ്പം വേണ്ടെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ അക്ബറും ഈ അനുമോളും ലക്ഷ്മിയുമായിട്ട് ഭയങ്കര ഒരു വഴക്ക് നടന്നു. അക്ബർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഫിസിക്കൽ ടാസ്കിനകത്ത് അങ്ങനെ വരുന്നതാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം നമ്മളിങ്ങനെ മുമ്പ് ഇരിക്കുന്ന ആളെ നമ്മൾ ഒരു സദ്യ ഉണ്ണാൻ പോകുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു കല്യാണ സദ്യ ഉണ്ണാൻ നമ്മൾ ആ ഗേറ്റ് തുറക്കാൻ നോക്കിയിരിക്കുന്ന ഒരു സീൻ മാത്രം ആലോചിച്ചാൽ മതി. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങനൊരു സംഭവം നടന്നത്. രണ്ടാമത്തെ ഗെയിം നടന്നപ്പം ഇപ്പം നെവിന് അനുമോളുടെ കയ്യിൽ നിന്ന് പോയ സാധനം എടുക്കുകയോ മറ്റോ ചെയ്തു. അതിന് അനുമോള് ഫിസിക്കൽ അസാൾട്ടാണ്. എന്തുകൊണ്ട് ബിഗ് ബോസ് അത് പറയുന്നില്ല? എന്തുകൊണ്ട് ബിഗ് ബോസ് അതിനിടയ്ക്ക് എതിരെ അനുമോൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? 3-4 നെവിൻ കാണിക്കുന്നുണ്ട് കഴിച്ച പാട്, നഖം കൊണ്ട് മാന്തിയ പാട്. നെവിൻ പറയുന്നത് ഞാനത് വിഷയമാക്കുന്നില്ല, ഗെയിമിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ വിഷയമാക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബിഗ് ബോസ് അത് വിഷയമാക്കേണ്ടതാണ്. എന്തുകൊണ്ട് ബിഗ് ബോസ് അത് മിണ്ടുന്നില്ല? പലപ്പോഴും ഫിസിക്കൽ അസോൾട്ട് എന്തോ തല്ലോ ചെയ്യുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അവിടെ നലറി പോകുന്ന കേൾക്കാമല്ലോ, പറ്റത്തില്ലെന്ന്. പിന്നെ ഇത് എന്തുകൊണ്ടാണ്? അനുമോൾക്ക് എന്താണ് കൊമ്പുണ്ടോ? അനുമോൾ ചെയ്തത് എന്താ തെറ്റല്ലേ? എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ അനുമോൾ തന്നെ പറഞ്ഞാ ഞാൻ ചെയ്യും എന്നോട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതെന്തോ ന്യായമാണ് ബിഗ് ബോസ് ന്യായം പറയുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ പറയണ്ടേ? വേണ്ടേ? അപ്പൊ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇത് ആൾക്കാരെങ്ങനെ അടിച്ചെടുക്കുക പ്രത്യേകം ബിഗ് ബോസ് പറയുന്നുണ്ട്. കിട്ടുന്നവരെ എങ്ങനെ വേണേ എടുത്തോ, കുഴപ്പമില്ലെന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അപ്പം ഇത് ശരിയല്ല, ബിഗ് ബോസ് ചെയ്യുന്ന ഒട്ടും ശരിയല്ല.